കന്നിത്തെളി മഴ പെയ്ത നേരം എൻ്റെ മുന്നിൽ നീയാകെ കുതിർന്നു നിന്നു. നീർത്തൊരു ലജ്ജയാൽ മൂടിയോരാമുഖം ഓർത്തു ഞാനും കുളിരാർന്നു നിന്നു. ഓർമ്മകൾക്കെന്ത് സുഗന്ധം. കരയണ്ട, കണ്ണുടക്ക്. അയ്യേ, ഇക്കയുടെ സൗണ്ടിന് എന്ത് പറ്റി? പുതിയ ബിലാൽ, പുതിയ ശബ്ദം. എനിക്ക് പക്ഷെ പഴയ മാട്ട സൗണ്ട് തന്നെയാണ് ഇഷ്ടം. എന്നാലും എനിക്ക് സന്തോഷായിക്കാം. സാധാരണ കസ്റ്റമേഴ്സ് ആരും കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പോലുള്ളവരടുത്തേക്ക് വരാറില്ല. ഇതിപ്പോ മാസം ഒന്നും കഴിഞ്ഞില്ല, അതിനു മുമ്പേ തിരിച്ചിങ്ങ് വന്നില്ലേ? അതാണ് ഈ പൂത്തിരി. ഞാനിപ്പോ അതിനൊന്നുമല്ല. പിന്നെ എപ്പോഴും പബ്ജി കളിക്കാനാണല്ലോ ആൾക്കാർ എന്നെ അന്വേഷിച്ച് വരുന്നത്. എന്റെ കൂട്ടുകാരന് നിന്നെ കൊണ്ടൊരു ആവശ്യമുണ്ട്, നീ ഒന്ന് സഹകരിക്കണം. സഹകരണ ബാങ്കിനേക്കാൾ സഹകരണം ഉള്ളവളാണ് ഈ പൂത്തിരി ലില്ലി. നിക്കൊക്കെ അറിയാൻ പാടില്ലേ? എന്റെ കൂട്ടുകാരനോടൊരുത്തിക്ക് മുടിഞ്ഞ പ്രേമം, നീ അതോടൊന്ന് കൊളാക്കണം. പിന്നെ അവനെ കണ്ട ഉള്ള പട്ടി പോലും തിരിഞ്ഞു നോക്കരുത്. 5000 അഡ്വാൻസ്, ബാക്കി രണ്ടിനെയും 2 വഴിക്കാക്കിയ ശേഷം. ഓർത്തോ, പണി തീർന്നാൽ മാത്രം ബാക്കി ക്യാഷ്. ഈശ്വരാ, ഇതല്ല ഫോട്ടോസ്. പിന്നൊരു കാര്യം, ഈ കാര്യം പുറത്തൊരു മനുഷ്യനറിയരുത്. മറ്റാരെക്കാളും കൂടുതൽ കസ്റ്റമേഴ്സ് ഈ ലില്ലിക്കുണ്ട്. അതിന്റെ കാരണം എന്താ? ലില്ലി കോംബോ ഓഫർ കൊടുക്കും. എന്തോഫർ? ലില്ലിക്ക് മീ ടു ഇല്ല. വന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു. ഇതെന്റെ വക ചേച്ചിക്ക് സ്പെഷ്യൽ സ്കൂളിലിട്ടുണ്ട്. ഇന്ന് ബർത്ത്ഡേ ആയിരുന്നല്ലേ? ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടില്ലായിരുന്നു. അത് തോണ എന്തേലും ഒരു സർപ്രൈസ് ഉണ്ടാവും. സർപ്രൈസാ? സർപ്രൈസ് ഉണ്ട്. ഒരു മിനിറ്റ്. എവറാ പെണ്ണ്? ഇവളോട് മിണ്ടാണ്ടിരിക്കാനുള്ള ലിസിയൊക്കെ കുടിച്ചോടിച്ച് എന്റെ തൊണ്ട പോയി. റോഡ് ക്രോസ് ചെയ്ത് അവളിപ്പെത്തും. തരാട്ടാ. എന്ത് സർപ്രൈസ്? ലില്ലി, എല്ലാം ഓർമ്മയുണ്ടല്ലോ. അവ സ്ഥിരം കുറ്റിയാണ്, കാശ് കുറെ തരാനുണ്ട്. ഗർഭോ കുന്തോ കുടച്ചുക്കറോ എന്തു വേണേലും പറയാം. അവൾ അവനിട്ടിട്ട് വേണം, അത്രേ ഉള്ളൂ. പണി തീർന്നാൽ മാത്രം ബാക്കി ക്യാഷ്. ഞാൻ ഏറ്റു. നിർത്തി നിർത്തി. നിന്നെ എവിടെ കണ്ടാലും പൊക്കാനേ SI സാറ് പറഞ്ഞേക്കണേ. കേരള ജീപ്പില്. സർവേശ്വര കാത്തോണേ. നീ എന്താ കേറത്ത്? ഏയ് ഒന്നുമില്ല. രാവിലെ തന്നെ സാധനം കിട്ടാഞ്ഞിട്ട് ചെറുകുടലും മൺകുടലൊക്കെ ചോദിച്ചു തുടങ്ങി എവിടെയെന്ന്. ലിവർ പിന്നെ പണ്ടേ പഞ്ചറായോണ്ട് പറഞ്ഞു നിൽക്കാം. വെള്ളം ഒടിക്കാനുള്ള ഓരോരോ കാരണം. നീ വാ കേറ്. ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറായത്. ആ ഇടിയും ചീറ്റിയല്ലേ? ആ ബോൺസായി മോറനെ ഏൽപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ വരുള്ളൂന്ന്. അവനും അവൻ്റെ ഒരു ജാടയും ബാക്കിരിക്ക് തേങ്ങേരി പോലത്തെ ഒരു സൗണ്ടും. ആ പെണ്ണാണെങ്കിൽ ഏതാണ്ട് കഞ്ചാവടിച്ച പിള്ളേരെ പോലെയാണ്. ഞരമ്പിനാണ് പിടിച്ചേക്കണ പ്രേമം. നിനക്ക് അവളോട് എന്തെങ്കിലും തോന്നി തുടങ്ങിയ? ഇതെന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ ബിയെ? അവളൊരു പാവം പെണ്ണാടാ, അതുകൊണ്ട് ചോദിച്ചാ.
ഞാനെങ്ങാനും ഇപ്പൊ ഊതിയ ബീച്ചിലെ ലൈറ്റ് ഹൗസ് വരെ നിന്ന് കത്ത്. എനിക്ക് വണ്ടി വിളിക്കും വണ്ടി പോന്നില്ല. ഒന്ന് ഊതിക്കേ, ശരിക്കും ഊതടോ. പോക്കോ. സാറേ, എന്താടാ അത് കംപ്ലൈന്റ് ആണ് കേട്ടാ. തന്നെന്ന് ഹലോ, എനിക്ക് അത്യാവശ്യമായിട്ട് സച്ചിനൊന്ന് കാണണം. എന്താ കാര്യം? അതൊക്കെ നേരിട്ട് കാണുമ്പോ പറയാം. അല്ല പറ. ആ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ശരിയായില്ല, ഇനി ഒരു 5000 രൂപ അടച്ചിട്ട് പോയാൽ മതി. എവിടെ നോക്കി നടക്കണേ? സോറി ഏട്ടാ. സുഭാഷിന്റെ പെങ്ങളല്ലേ? അതെ. എന്നെ മനസ്സിലായോ? സജ്ജേട്ടനല്ലേ? ആ, വീട്ടിലേക്കാ? അതെ. വാടോ, ഞാൻ കൊണ്ടുവിടാ. വാ. ഏയ് വേണ്ട ഏട്ടാ. എടോ, ഞാനും സുഭാഷൊക്കെ ഒരേപോലെ തന്നെയല്ലേ. താൻ കയറി, ഞാൻ കൊണ്ടുവിടാം. ഒന്നിറങ്ങോ? അതെ, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. അയ്യോ ചേട്ടാ, എനിക്ക് അല്ല, ഒറ്റ മിനിറ്റ് പ്ലീസ്. എന്താടോ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞ? സച്ചി ഇന്നലെ വീട്ടിൽ ആകെ സീനായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ, പുള്ളി ആ 2ാം കെട്ടുകാരന്റെ കേസുമായിട്ട് വീണ്ടും എൻ്റെ അടുത്ത് വന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ടായപ്പോ ഞാൻ സച്ചിയുടെ കാര്യം വീട്ടിൽ പറഞ്ഞു. ചേച്ചിയൊക്കെ എന്ത് ബഹളായിരുന്നു അറിയോ? സച്ചി എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. സച്ചി എന്നൊന്നും മിണ്ടാതെ നിൽക്കുന്നേ. എടോ, തൻ്റെ അതേ അവസ്ഥയില ഇപ്പം ഞാനും. തന്നെ നിൽക്കുന്ന കൊച്ചിനെ കണ്ട? എൻ്റെ മറപ്പെണ്ണ, വയ്യാത്ത കുട്ടിയാ. ചെറുപ്പം മുതൽ ആ കൊച്ചിന് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഇത് അറിയണം. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ആ ഇമോഷൻ്റെ പുറത്ത് അവർക്ക് കയറി വാക്കും കൊടുത്ത് എന്നോടൊരു വാക്കുപോലും ചോദിച്ചില്ല. ഇപ്പം ആ കൊച്ചു ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക. ശരിക്കും തന്നെക്കാളൊക്കെ കണ്ട, കൈ പോലും പൊക്കാൻ പറ്റുള്ള ആ പാവത്തിൽ. ഇനി താൻ തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പാവം കൊച്ചിനൊരു ജീവിതം കൊടുക്കണോ, അതോ തനിക്ക്? ഇതെന്താ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല. അച്ഛനെ അമ്മയെ വിഷമിപ്പിക്കണ്ട. സച്ചി ഹിമയെ തന്നെ കല്യാണം കഴിച്ചോ? സച്ചി ശരിക്കൊരു ജീവിതം കൊടുക്കേണ്ട അവക്കാണ്. എടോ, ഞാൻ മനഃപൂർവ്വം അത്. ഹാപ്പി മാരീഡ് ലൈഫ്. എടോ,